ബാക്കി വന്ന ചോറ് ഉപയോഗിച്ച് 5 മിനിറ്റിൽ കിടിലൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ? ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രയാണോ ചോറും എടുത്തിരിക്കുന്നത് അതനുസരിച്ച് വേണം കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് നേരം നമുക്കിത് ചോറൊന്ന് ഇതേമാതിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 1 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3-4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തിരിക്കുന്നത്. അടുത്തത് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും, ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ക്യാബേജാണ് ചേർത്തിരിക്കുന്നത്. ക്യാബേജ് നീളത്തിലാണ് മുറിച്ച് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ബീൻസ് ചേർത്ത് കൊടുക്കാം. ബീൻസ് ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പച്ചക്കറികളിലേക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇത് ഒരു 2 മിനിറ്റ് നേരം മൂടി വെക്കാം. ഈ ടൈമിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലുള്ള നീരാവി കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ മിക്സാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോറുണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ തീ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്ത് കൊടുക്കണം. 1 മിനിറ്റ് ശേഷം ഓഫ് ചെയ്തിടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കൂ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.